വ്യാവസായിക വിപ്ലവം ലക്ഷ്യമിട്ടുള്ള സൗദിയുടെ വൻകിട പദ്ധതികൾ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. 10 വർഷത്തിനകം 1.5 ട്രില്യൺ റിയാലിന്റെ പദ്ധതികളാണ് പൂർത്തിയാക്കുക. പദ്ധതി പ്രാബല്യത്തിലാകുന്നതിന്റെ ആദ്യഘട്ടമായി 100 ബില്യൺ റിയാലിന്റെ കരാറുകൾ ഇന്ന് ഒപ്പുവെച്ചു. റിയാദ് റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിലായിരുന്നു പ്രഖ്യാപനം. ഊർജം, ഖനനം, വ്യവസായം, ചരക്കുനീക്കം എന്നീ മേഖലയിലാണ് പുതിയ പദ്ധതികൾ. $427 ബില്യൺ പദ്ധതികളാണ് സ്വകാര്യ മേഖലയിൽ ഇതുവഴി പ്രതീക്ഷിക്കുന്നത്. ഇവ ഉൾപ്പെടുന്ന ദേശീയ വ്യാവസായിക വികസന ചരക്ക് നീക്ക പദ്ധതിയുടെ പ്രഖ്യാപനമാണ് കിരീടാവകാശി നടത്തിയത്. ഗതാഗത രംഗത്ത് മാത്രം 50 ബില്യൺ റിയാലിന്റേതാണ് പദ്ധതി. പുതിയ 5 വിമാനത്താവളങ്ങൾ, 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ ശൃംഖല എന്നിവയും വേഗത്തിൽ പൂർത്തിയാക്കും. സ്വദേശികൾക്കും വിദേശികൾക്കുമായി 15 ലക്ഷത്തിലേറെ തൊഴിലുകൾക്കാണ് അവസരം. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കമ്പനി പ്രതിനിധികളുമായുള്ള കരാർ കിരീടാവകാശിയുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ നിന്ന് ലുലു ഗ്രൂപ്പിനായിരുന്നു ക്ഷണം. വ്യവസായ ഊർജ്ജ വകുപ്പ് മന്ത്രി ഡോക്ടർ ഖാലിദ് അൽ ഫാലിഹ്, ഗതാഗത മന്ത്രി ഡോക്ടർ നബീൽ അൽ ആമൂദി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യാവസായിക വിപ്ലവം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളാണ് കിരീടാവകാശി ഇന്ന് പ്രഖ്യാപിച്ചത്. അതിനുള്ള വഴിയൊരുക്കും വിവിധ മന്ത്രാലയങ്ങൾ. റിയാദ് റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1.